ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേന്റെ ഒരു സർപ്രൈസ് എന്നാണ് ഇതിലൊരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടാവും. ആഹാ കേക്ക് കണ്ടല്ലോ. ഇതിൽ ആർക്കിലാണ് കേക്കാണ് ഇത് ഇങ്ങനെ ആക്കി ഇങ്ങനെ കൊണ്ടുപോവാ. പിന്നെ സ്പോഞ്ച് കേക്കല്ലടാ. ഇവരെ കാര്യം കൂടി ഇത്രയും പൈസ മുടക്കേണ്ട എന്തിനാ ഇത്രയും വലിയ കേക്ക് വാങ്ങിയത്? ഈ പൈസ ഇവര് സേവ് ചെയ്തെങ്ങനെ പെരുന്നാൾക്ക് ഡ്രസ് എടുക്കുക. ബർത്ത്ഡേ ദിവസമാണ്. തിരൂരിന് എന്തായാലും ഉണ്ട്. ഒരു ചോട്ടായിരുന്നു തിരൂരിന്. ഞാൻ പറഞ്ഞില്ല ചതി എന്തായിരിക്കും ഇത് തന്നെ. നേരെ 1 മണി കഴിഞ്ഞു. ഈ നേരത്തെ ഇവർക്ക് ഫുഡ് വേണം. നട്ടപ്പാത്ര നേരത്തെ തട്ടുകടയിൽ നിന്ന് വരെ ഫുഡ് കട്ടി. അതും 1295 രൂപയ്ക്ക്. നാളെ തിരൂരിന് വാങ്ങി തരാന്ന് പറഞ്ഞപ്പോ എല്ലാം കൂടി സൂഫി മന്തിക്കാണ് വന്നിക്കണു. തലേ ദിവസം കിട്ടിയതൊന്നും പോരാതുകൊണ്ട് തിരൂർ തായപ്പാലം പുതുതായിട്ട് തുടങ്ങിയാണ് സൂഫി മന്തി. ക്രൗഡിന്റെ സീറ്റ് പിടിച്ചാണ്ട് ഓർഡർ ചെയ്തു. മട്ടനും ബീഫും ഉണ്ട്. അതുകൂടാതെ അഫ്ഗാനി അൽഫാമും തവ അൽഫാമും ഓർഡർ ചെയ്തു. മട്ടന്റെ ലെഗ് നോക്കിയാണ്ട് ഒരു പീസ് എടുത്തു. മട്ടനൊക്കെ നല്ല സോഫ്റ്റ് ആണല്ലോ. അതിങ്ങനെ മിക്സ് ആക്കിയാണ് കഴിക്കണം. എന്റെ പൊന്നോ, മട്ടൻ ലെഗ് ഒന്നും ഞാൻ ഒരാൾക്കും കൊടുത്തില്ല. അഫ്ഗാൻ എടുത്ത് പോക്കുണ്ട്. ഒരു ചവിട്ടുണ്ടാക്കണം. തിരുന്നൊന്നും വേണ്ടാന്ന് പറഞ്ഞ ആളാണ്. ഓനാണ് ആദ്യം സൂഫി മന്തിയിലെന്ന് കണ്ട് ഇവിടെ തീണ് പറഞ്ഞ് വിളിച്ചത്. അഫ്ഗാനി അൽഫാം നല്ല ക്രീമി ആയിട്ടാണ്. ഇതാണ് തവ അൽഫാം. അതിന്റെ മസാല ഒന്നും രക്ഷയില്ലായിരുന്നു. ഒരാൾക്കും കൊടുക്കാതെ ഫുള്ള് കഴിച്ചു പോനെ. എന്റെ പൈസ ചെലവ് അതിന്റെ ഒരു സന്തോഷം കണ്ടവന്റെ മുഖത്ത്. റൈസ് അൺലിമിറ്റഡ് ആയതുകൊണ്ട് അങ്ങനെ കൊടുന്ന് തട്ടുന്നു. ഇവറ്റങ്ങൾക്കാണെങ്കിൽ വയറാണെങ്കിൽ ഫുൾ ആവണില്ല. ഇതിമ തീർന്നു വിചാരിച്ചു. അതാ മൗണ്ടൻ ഡ്യൂ. പിന്നെ ഡെസേർട്ട് ആയിട്ട് ഉമ്മാലി നട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. ഇവരെ തീറ്റ കണ്ട പൊടുക്കത്ത് ബില്ലാണ് വരാന്ന് വിചാരിച്ചേ. ആവറേജ് ബില്ലായതുകൊണ്ട് അതിന്റെ ഒരു സന്തോഷം ഉണ്ട്. കൂടെ പൈസ പോയിന്റ് സങ്കടം ഉണ്ട്. കണ്ട അവർക്ക് കിട്ടാനുള്ള കിട്ടിയപ്പോ നമ്മളെ നിലത്തിട്ടു. ലാസ്റ്റ് വരെ കണ്ടതല്ലേ ഒരു ലൈക്കും കമന്റ് ഇട്ടാളി.